ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടൻ നോമിനേഷനിലുള്ള എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുവാണ്. എന്നിട്ട് അനീഷിനോട് ആദ്യം ചോദിക്കുവാണ്, ഈ കൂട്ടത്തിൽ ആരെയാണ് സേഫ് ആക്കുകയാണെങ്കിൽ ആരാ അനീഷ് സേഫ് ആക്കുമെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഷാനവാസിനെ സേഫ് ആക്കുമെന്ന് പറയുന്നു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാനവാസിനെ സേഫ് ആക്കുന്നതെന്ന് ചോദിച്ചപ്പം ആദ്യം അനീഷ് പറഞ്ഞത് എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പറഞ്ഞത് ഒരുപാട് ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് സിനിമാ ഫീൽഡിലേക്ക് ചാൻസ് ഉള്ള ഒരാളാണ്. തമിഴ് സിനിമയിലൊക്കെ നല്ല ചാൻസ് കിട്ടേണ്ട ഒരാളാണ്. അപ്പം ലാലേട്ടൻ പറയുന്നത് മലയാളം വേണ്ടേന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു അല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണ്, തമിഴ് സിനിമയിലൊക്കെ നല്ല വില്ലൻ മാസ് റോളൊക്കെ കിട്ടേണ്ട ഒരാളാണ് ഷാനവാസ്. എന്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ യോഗ്യൻ ഷാനവാസാണെന്നാണ് അനീഷ് പറഞ്ഞത്. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്തായാലും ഷാനവാസിൻ്റെ മുമ്പിൽ തുറന്നിട്ടുണ്ടാവുമെന്ന് അനീഷ് വിശ്വസിക്കുന്നെന്നാണ് ലാലേട്ടനോട് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത ആളല്ലേ അനീഷ് എന്ന് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ പേരിൽ പിന്നെ സ്ത്രീകളോട് മോശമായിട്ട് ഓരോന്ന് പറയുന്നതിൻ്റെ പേരിലുമാണ് ഞാൻ നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഷാനവാസിനോട് ചോദിക്കുന്നത്, ഷാനവാസിന് അനീഷിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഇവിടെ നിന്ന് ഒരാളെ സേഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ ആരെ പറയുമെന്ന് ഷാനവാസിനോട് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പെട്ടെന്ന് അനിമോളെയാണ് പറഞ്ഞത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത്, അപ്പോൾ പിന്നെ അനീഷിനെ എന്താ ഇഷ്ടമല്ലേ, അനീഷ് കണ്ടോ, ഷാനവാസ് അനീഷിൻ്റെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ലാലേട്ടൻ ഞാനും അനീഷ് ഒഴിച്ചാൽ ആരെന്നാണ് ഞാൻ പിന്നെ വിചാരിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അനിമോളെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അനീഷിനെ തന്നെ പറയത്തുള്ളെന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ഷാനവാസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അനീഷ് തന്നെയാണ് 100% എനിക്ക് അനീഷിനെ ഇഷ്ടം, അനീഷ് തന്നെയാണ് ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെ ഷാനവാസും പറയുന്നത് എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ അനീഷ് തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ എത്ര അവർ വഴക്കിട്ടാലും ആ ഒരു സ്നേഹം ഇന്ന് ഒരു ലാലേട്ടൻ്റെ മുന്നിൽ രണ്ടുപേരും പ്രകടിപ്പിച്ചിരിക്കുകയായിരുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.